യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബിയുടെ സന്താന പരമ്പര 12 വലിയ കുടുംബങ്ങളാണ്. ആ സന്താന പരമ്പരയുടെ ചരിത്രത്തെ ഖുർആൻ അടയാളപ്പെടുത്തി. യാ ബനീ ഇസ്രായീൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ. 136 സ്ഥലത്ത് ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. 136 സ്ഥലത്ത് ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. നമ്മൾ ഈ കാലത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിനും യാക്കൂബ് നബിക്കും മുമ്പ് എത്രയോ സമൂഹം ഇവിടെ കഴിഞ്ഞില്ലേ? ഉണ്ട്. മഹാനരായ സയ്യിദുനാ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം പ്രബോധനം ചെയ്തൊരു സമൂഹമുണ്ട് മെസൊപ്പൊട്ടേമിയയിൽ, ഇറാഖിൽ. അവരിലേക്കാണ് ആദ്യത്തെ മുർസലായ നൂഹ് അലൈഹിസ്സലാം വന്നത്. അവർക്ക് മുമ്പ് പല ആളുകളും കഴിഞ്ഞില്ലേ? സമൂദ് ഗോത്രം കഴിഞ്ഞു, അവർക്ക് മുമ്പേ ആദുകൾ കഴിഞ്ഞു. ഇവരുടെ ഒക്കെ ചരിത്രം പറഞ്ഞതിനേക്കാൾ കൂടുതൽ 136 സ്ഥലത്ത് ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞു. എന്തുകൊണ്ടാണ് 136 സ്ഥലത്ത് ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആനിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, ലോകാവസാനം വരെ വരാനുള്ള മനുഷ്യന് വഴികാട്ടിയാണ് ദ കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ് പരിശുദ്ധമായ ഖുർആൻ. ലോകാവസാനം വരെ വരാനുള്ള മനുഷ്യരാശിയെ തൊടുന്ന പ്രശ്നങ്ങളൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കും. അതുകൊണ്ടാണ് ആയാതു ഹഖ്ഖിൻ മിനർ റഹ്മാനി മുഹ്ദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. 136 എന്തുകൊണ്ട് പറഞ്ഞു? ഖുർആൻ വളരെ ചുരുക്കി പറയുന്ന വേദമാണ്. 1,24,000 നബിമാരുടെ പേര് ഖുർആനിലില്ലല്ലോ. 25 ആളുകളെയാണ് ഖുർആൻ മെൻഷൻ ചെയ്തത്. അങ്ങനെ എത്രയോ സംഭവങ്ങളെ ചുരുക്കി 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 പറയുന്ന ഒരു വേദം 136 തവണ ഇവരുടെ ചരിത്രം പറയാണ്. അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ലോകാവസാനം വരെ വരാനുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കും. സൂറത്തുൽ ബഖറ ബനൂ ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഇസ്രായേലിൽ നടന്ന ചരിത്രങ്ങളെ, ചരിത്ര സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു താവഴി മഹാനരായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ജനത, യൂസുഫ് അലൈഹിസ്സലാമിന്റെ ജനത, മൂസ അലൈഹിസ്സലാമിന്റെ ജനത, ഹാറൂൻ നബിയുടെ ജനത, ദാവൂദ് നബിയുടെ ജനത, സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ജനത, ശംവീൽ നബിയുടെ ജനത, ശംഊൻ നബിയുടെ ജനത, സയ്യിദുനാ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം വരെയുള്ള 3 വേദങ്ങളും അവതരിച്ച ജനതയാണ് ഇസ്രായേലികൾ. ഇസ്രായേലിയരെ കേൾക്കുക എന്ന് ബൈബിളിൽ മഹാനരായ മൂസ അലൈഹിസ്സലാം അവരെയും കൊണ്ട് നടത്തിയ ഫറോവയിൽ നിന്ന് അവരെയും പിടിച്ചുകൊണ്ട് നടത്തിയ യാത്രയാണ്. നാം എപ്പോഴും മുഹറം 10 അനുസ്മരിക്കാറുണ്ട്. ഫറോവയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അതിനെയാണ് ബൈബിൾ പുറപ്പാട് എന്ന് പറയുന്നത്. അപ്പൊ ചരിത്രം ഇങ്ങനെ പിണഞ്ഞു കിടക്കാൻ അങ്ങനെ തുടങ്ങിയിട്ട് അവസാനം അവരുടെ പ്രശ്നം എന്തായിരുന്നു? പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അവരിലേക്ക് വന്ന അമ്പിയാക്കളെ അവർ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല. അവരിലേക്ക് വന്ന നബിമാരെ അവർ കൊന്നുകളഞ്ഞു. അവരോ കാനൂ യഖ്തുലൂനൽ അംബിയാ ബിഗൈറിൽ ഹഖ്, മഹാന്മാരായ അമ്പിയാക്കന്മാരെ അവർ കൊന്നുകളഞ്ഞു. മഹാനരായ നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാമിനെ അവർ കൊന്നുകളഞ്ഞു. സക്കരിയ നബി അലൈഹിസ്സലാമിനെ കൊന്നുകളഞ്ഞു. ഈസാ അലൈഹിസ്സലാം മഹാനവറുകളെ കൊല്ലാൻ അവർ വട്ടമൊരുക്കി കാത്തിരുന്നു. അങ്ങനെ ഒരു ജനതയുണ്ടായിരുന്നു. ആ ജനതയോ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മുഴുവനും തള്ളിക്കളയുന്ന ജനതയാണ്. അവരാണ് മഹാരഥന്മാരായ അമ്പിയാക്കളെ വധിച്ചു കളഞ്ഞത്. ആ ജനതയുടെ ചരിത്രം വളരെ സ്പഷ്ടമായി ഖുർആൻ പറയുകയാണ്. നമ്മുടെ കൺമുന്നിൽ അത്യാധുനിക ലോകത്തിന്റെ സംഭവ വികാസങ്ങൾ വരുമ്പോ അവരാരായിരുന്നുവെന്ന് വരച്ചിടുകയാണ് ഖുർആൻ. ഈസാ അലൈഹിസ്സലാമിനെ കുരിശിലേറ്റിയത് ജൂതന്മാരാണ് എന്നാണ് ക്രൈസ്തവ വിശ്വാസികൾ വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹു. ഈസാ നബി അലൈഹിസ്സലാമിനെ ഒരാളും ക്രൂശിച്ചിട്ടില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
എന്നാൽ തങ്ങളുടെ ദൈവമായ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയ ക്രൂശിച്ച മനുഷ്യർ, അവർക്കെതിരെ യൂറോപ്പിൽ എത്രയോ വലിയ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയൊന്നും മുസ്ലിങ്ങൾ പ്രതികളല്ല.